എൻ്റെ പേര് വിജയൻ എന്നാണ്. പത്തനംതിട്ട ജില്ലയിൽ കൂന്നി പൈനാമൺ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. വർഷങ്ങളായി ആട് വളർത്തലായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അന്നുകൊണ്ട് ഇന്നുമുണ്ട്. ഞാൻ മരിക്കുന്നിടം വരെയും കാണും. ഞാൻ ജീവജാലങ്ങളെ സ്നേഹിക്കുന്ന ഏതും ആയിക്കോട്ടെ ഒരു നുള്ള അവർക്ക് കൊടുക്കുക. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ ഈശ്വര സേവ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വെറൈറ്റി. അപ്പോൾ എനിക്കൊന്ന് കൂടുതലും സിരോഹിയാന്ന് തോന്നുന്നു. ഇപ്പം എല്ലാം സിരോഗി ഏറ്റവും കൂടുതൽ. വേലിയാട് കൊണ്ട് സിരോഗി, എൻ്റെ സിരോഗി മക്കളും എല്ലാം ഏറ്റവും കൂടുതൽ. എനിക്ക് അവരുടെ ഭയങ്കര കാര്യമാണ്. നല്ല ആടുകളാണ്, മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല ആട് കണ്ടില്ലേ? ഇവിടെ നോക്ക് കിടക്കുന്ന കാണി എല്ലാം കൂടിനകത്ത് കിടക്കുക. ഇങ്ങനൊന്നും വളർത്തുന്നവരൊന്നും എല്ലാം റെസ്റ്റ് എടുക്കുക. വേലിയാടുകൾ കിടക്കുന്നുണ്ടോ കൂട്ടം കൂടി നോക്ക് അങ്ങോട്ട് കയറി എടുത്തു. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് 10 രൂപയും കൊണ്ട് വന്നാൽ ഇവിടെ കിട്ടത്തില്ല. നല്ല ക്വാളിറ്റി ആയിട്ട് ആട് കൊടുക്കും. നല്ല വിലയും മേടിക്കും. വില തന്നാലേ പറ്റും. പക്ഷെ 20 രൂപ മേടിക്കുമ്പോൾ 20 രൂപയുടെ കുട്ടിയെ കൊടുക്കും. ഇത് ഷെയർ വീട്ടിൽ മെയിലേ. മെയില സൈസ് മെയില. ഇവിടെ എനിക്ക് അതാണ്ട വരും തള്ള. അവിടെ തള്ളയൊന്നും എടുത്തോ പ്രത്യേകം കാണിച്ചാല്. ഇവിടെ മോനെ തള്ളയല്ലേ? ഇവിടെ മോനെ പിടിച്ചു നിർത്തി കേട്ടോ. രണ്ടും ഇവിടെ മോനാ ഉണ്ടോ? നോക്ക് തള്ളയെ നോക്ക്. അവന്റെ അത്ര ഇല്ലയോ? ഇവിടെ മോനാ അല്ലേ? അവിടെ മോനാ. ക്വാളിറ്റി ക്വാളിറ്റി മക്കളെ ചേട്ടാ ക്വാളിറ്റി. ഇവിടെ മോനാ. ഇത് ഷെയറാ ബീറ്റൽ 10 പ്രസവിച്ച് ഇപ്പൊ 11ാമത്തെ ചനയാ. അവിടെ മോനാ. ഇത് ഇതാ കുട്ടികള്. ഇവിടെ വെച്ചാൽ കുട്ടിയാ അല്ല വെളിയിൽ നിന്ന് കൊണ്ടുവന്ന മുട്ട കൊടുക്കും. 250 രൂപ കിട്ടുന്ന വെറുതെ പറയുന്നല്ലേ? രാജധാനി കിട്ടുമായിരിക്കും. ആ രണ്ടാടിന് വേണ്ടി ആരെങ്കിലും പോവും? എത്ര രൂപ മുടക്കണം? ഇറച്ചിയാടിനെ കിട്ടും. 250-നും 230-നും കിട്ടും. കൊള്ളാതെ തന്നെ തള്ളിക്കളയും കിട്ടും. പക്ഷേ ഇതിനെ കിട്ടില്ല. കാശ് കൊടുത്തേ പറ്റും. കുട്ടികൾക്ക് നല്ല വിലയാവും. ഇല്ല ഞാൻ കൊടുക്കത്തേ ഇല്ല. വിജയൻ ചേട്ടൻ ലാഭം പ്രതീക്ഷയല്ല, ആടുകളോട് ലാഭം നോക്കിയിട്ട് ഇതൊന്നും കഥയില്ല. കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ ഞാൻ വളർത്തുന്നു. എൻ്റെ മക്കളാ അവർ. നോക്കാൻ കഴിവുള്ളവർ കൊണ്ടുപോകാൻ, ഇല്ലാത്തൊരു കൊണ്ടുപോകണ്ട. അതുപോലെ 1-2 രൂപ കൊണ്ട് വന്നാൽ ഇവിടെ കിട്ടില്ല. നല്ല വില വേണം. നല്ല വിലയാവും. 15,000-20,000 രൂപയാവും. ക്വാളിറ്റി സാധനത്തിനെ പിടിച്ചു കൊടുക്കും. വഞ്ചനയോ ചതുവോ ഒന്നും ചെയ്യില്ല. ഇപ്പം നിലവിൽ എത്ര ബ്രീഡുകളുണ്ട് ചേട്ടാ ഇവിടെ? ഇപ്പോൾ ബ്രീഡ് കരോളിയുണ്ട്, പർപ്പസാരിയുണ്ട്, സിരോഗിയുണ്ട്, ഷെയറാ ബീറ്റലുണ്ട്, എല്ലാ ബ്രീഡും ഉണ്ട്. പിന്നെ പുഞ്ചിരി ആടിനെ കൊണ്ടുവരാതിരിക്കുക, അതിനെ കൊണ്ടുവരണം. അതിനെ കൊണ്ടാണെങ്കിൽ ചത്തുപോയി. അതാ ആഗ്രഹം അല്ലേ? നീ ആഗ്രഹം അതാ. അത് ഞാൻ പ്രൊഫസറെ കാണിച്ചല്ലോ. അദ്ദേഹത്തോടെ എടുക്കത്തുള്ളൂ. രാജസ്ഥാനിൽ. അല്ലാതെ പുജിരിയാട് ഒറിജിനൽ പുജിരിയാടിനെ ഞാൻ രാജുവേട്ടനെ കാണിച്ചല്ലോ. രാജുവേട്ടൻ രാജസ്ഥാനിൽ പോകുന്ന അവിടെ പോയി നിന്ന് എടുക്കുക. അതുപോലെ കരോളി 1 ലക്ഷം രൂപ പുറത്തുള്ള കരോളിയാണ്. ഇപ്പം നിലവിൽ ഇപ്പം എത്ര ആടുണ്ട് ഇവിടെ? ഇവിടെ ഇപ്പം 30 പേരുണ്ട്. എണ്ണി നോക്കൂ. 30 ഉണ്ടോ ഇല്ലയോ? ഇവരൊന്നും കെട്ടിയിടാറില്ല. ഇല്ല, പെണ്ണാടുകളെല്ലാം അഴിച്ചു വിട്ടേക്കും. കുട്ടികളെ അഴിച്ചു വിട്ടേക്കും. വീടിനുള്ളിലൊക്കെ കയറി എല്ലാം നടക്കും. കുട്ടികളെ കാരിട്ട് കെട്ടി വളർത്തത്തില്ല. ഇപ്പം 4 കുട്ടിയെ നിലവിൽ കൊടുക്കാറുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പം വിജയൻ ചേട്ടനെ അറിയപ്പെടുന്നത് തന്നെ ആട് വിജയൻ. എന്നെ അറിയപ്പെടുന്ന ആട് വിജയൻ. ഈ ലോകം മൊത്തം ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എന്തോ അഭിപ്രായം പറയാനുള്ളത്? അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്യുന്ന. അവർ ഒന്നിനെ മേടിച്ചെന്ന് ഇതുപോലെ ഒന്ന് വളർത്തട്ടെ, എന്നിട്ട് പറ ഇതിന്റെ കഷ്ടപ്പാടും കാര്യവും. ചെയ്തില്ല. എനിക്കൊന്ന് പെരക്കകത്തിൽ ആടുകളെ വളർത്തുന്നത് നമ്മുടെ കേരളത്തിൽ ആരും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഉണ്ട്, ചെറിയ അമ്മച്ചിമാരൊക്കെ ഉണ്ട്, വളർത്തുന്നവരുണ്ട്. എല്ലാവരും. പക്ഷേ ഞാൻ രാജസ്ഥാനിൽ കണ്ടത് അണ്ണന്മാരുടെ വീട്ടിൽ അവര് ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ വീടിനകത്ത് ഞാനും പോയി കണ്ടിട്ടുള്ളൂ. അപ്പൊ അവരോ 4 ആടിന് ഒരു ഫ്ലാറ്റിനകത്ത് എന്ത് വൃത്തിയായിട്ടേക്കുന്നേ. നീറ്റായിട്ട്. അപ്പൊ കുറ്റം പറഞ്ഞിട്ട് അവരൊക്കെ അണ്ണന്മാർ. ഇതിലെ ഞാൻ ജാതി മതം പറയല്ല, അവരാണ് ആടിനെ വളർത്താൻ ഫേമസ്. അവര് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി നമ്മള്. നമ്മുടെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മളാണല്ലോ. അതിന് കമന്റ് ഇട്ടിട്ട് സേവയാണ് പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുക. എനിക്ക് കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനൊന്നും വിൽക്കില്ല. എല്ലാത്തിനെയും മേടിച്ച് കൂട്ടിയിട്ട് ഒരെണ്ണത്തിനെ പോലും കൊടുക്കത്തില്ല. കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. എങ്ങനെയാ വരുന്നത്? എന്റെ ചങ്ക് പറിച്ചു കൊണ്ട് പോകും. മോനെ കണ്ടോ? സ്നേഹമില്ല എല്ലാവരും. 5 മാസം കഴിഞ്ഞ മോനാ. ദാണ്ടേ ഇന്നത്തെ സുഹായുടെ വീട്ടിൽ നിന്ന് പുള്ളി എനിക്ക് കൊണ്ട് തന്ന കുട്ടിയാ ഞാൻ പുള്ളിയോട് മേടിച്ച. അവിടെ ഇരിക്കുന്നു സ്റ്റണ്ട് വീരൻ. ഒരത്തി ചോദിക്കുന്നു എനിക്ക് വട്ടാന്ന് തോന്നുന്നു. കമന്റൊക്കെ നമ്മൾ പല വീഡിയോയിലും മോശമായ കമന്റുകൾ വരുന്നുണ്ട്. അത് ഞാൻ പറയാം, അവരറിയില്ലായ്മ വേണ്ടി ഇടുന്ന ചിലര് ഇടും. ജീവജാലങ്ങളെ സ്നേഹിക്കുന്നത് ഒരു തെറ്റല്ലെന്നും ആദ്യം മനസ്സിലാക്കും. അതെ, അവർ മനസ്സിലാക്കും. ഈ കമന്റ് ഇടുന്നവർ ആദ്യം അത് മനസ്സിലാക്കും. ആദ്യം പ്രകൃതി ഇല്ലെങ്കിൽ പൂച്ച പോലും വളർത്താത്തവരെ കമന്റ് ഇടുന്നത്. അതെ, നമ്മൾ പ്രകൃതി ഇല്ലെങ്കിൽ ഇവിടെ ആരുമില്ല. ഒറ്റ മനുഷ്യനില്ല. പ്രകൃതി നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ സംരക്ഷിക്കണ്ടേ? വേണമെങ്കിൽ
ആടും പശുവും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആടെന്തുവാ പശു എന്തുവാ കോഴി എന്തുവാ എന്ന് പോലും അറിയത്തില്ല. ഒരു താണ്ട് അമേരിക്കയിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിൻ്റെ കൈ കൊടുത്തപ്പോൾ അടന്ന് വിറയ്ക്കുക, ഇതെന്തുവാണ്. അപ്പൊ അത്രയും മനുഷ്യരെ ഇനി വരുന്ന തലമുറ. അതാ മണ്ണിലോട്ട് ആരെയും ഇറക്കുന്നില്ലല്ലോ. പറഞ്ഞിട്ട് കഥയില്ല. മണ്ണിലിറക്കല്ലേ, മണ്ണ് ഇച്ചിച്ചാന്നാ പറയുന്നത്. ജോലി ചെയ്യാൻ ജോലി ചെയ്യത്തില്ല, എങ്ങനെയും വകുപ്പീരി കാശുണ്ടാക്കുമോ. കുട്ടികളൊക്കെ മണ്ണിൽ കളിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഇപ്പം മണ്ണിലോട്ട് വിടുന്നില്ലല്ലോ. ഇല്ല, എങ്ങനെയാലും ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു കാര്യം എങ്ങനെ ആയാലും വേണ്ടില്ല, കുറെ പൈസ ഉണ്ടാക്കും. ഇതാ ചിന്ത, നമ്മുടെ മലയാളിയുടെ ചിന്ത അതാ. ആ പരിപാടി ഒന്നും ഇവിടെ നടക്കും. വിജയൻ ചേട്ടൻ ഈ ഫീൽഡില്ലേ ഒരുപാട് വർഷമായി. ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കാലം തൊട്ട് 150 വലിയ രാവിലെ തുടങ്ങുന്ന ജോലിയാണ്, വയ്യോളം ഇങ്ങനെ പോകും. ഇതിൻ്റെ പറയാ വേറെ ഒരു പണിയില്ല. ഇവരെ നോക്കി കൂട്ടോ കമ്പനി ആകട്ടെ ഒന്നുമില്ല. പിന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വന്നുകൊണ്ട് എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ കിട്ടി. ഫസ്റ്റ് വീഡിയോ ആരാ? വിജയൻ ചേട്ടൻ, രാജുവേട്ടനാണ്. ഞാനല്ലേ ഫസ്റ്റ് വീഡിയോ രാജുവേട്ടനാണ്. എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ പുറത്ത് വലിയ വലിയ ആൾക്കാരായിട്ടും താഴെ കിടയുള്ള ആൾക്കാരുമായിട്ട് എല്ലാം ബന്ധമായി. അതൊക്കെ ഈ നല്ല നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, സ്നേഹിക്കുന്നവർ ധാരാളം ആൾക്കാരുണ്ട്. പത്തനംതിട്ട ഒരു മുസ്ലിം അണ്ണൻ എന്നെ വിളിച്ച് പറഞ്ഞ് ഒരു ദിവസം ആടിന്റെ തീറ്റ ചെലവ് മൊത്തം ഞാൻ വായിച്ചോളാം എടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ അത്രയും നല്ല മനുഷ്യരില്ലയോ? അതെ. അല്ല, ഇപ്പൊ തന്നെ ഇപ്പൊ ഇവര് മലബാറിയൊക്കെ രണ്ടുപേരും മേടിച്ചു തന്നില്ലേ? മേടിച്ചു വന്നു. മലബാറി എനിക്ക് മലബാറി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ മേടിച്ചു. അതൊരു ഇംഗ്ലണ്ടിൽ ഇരിക്കുന്ന ക്രിസ്ത്യാനി പുള്ളി ആ 3 ആടിനെ തന്നു. നീ വളർത്തിക്കൂ. അതിനകത്ത് ഈ ജാതി മതമൊന്നും ഇല്ല. സ്നേഹിക്കുന്നവരെല്ലാ ആൾക്കാരും. പുള്ളിക്ക് വട്ടുണ്ടോ? ആ കാശ് കൊടുത്ത് എനിക്ക് മേടിച്ചു തരാൻ. അതാണ് മനുഷ്യർ, സ്നേഹമുള്ള മനുഷ്യരല്ലേ. എല്ലാവരും ഒരുപോലെ അല്ല. കമന്റ് ഇടുന്നവനെ ഇട്ടാൽ മതി. കമന്റ് ഇടുന്നവനോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ഒന്ന് വളർത്തടാ നീ. നീ ഒടയാത്ത ജുവായും ഷർട്ട് വിട്ട് നടക്കുന്ന പോലെ അല്ല ഇത്. തെണ്ടി തിരിഞ്ഞാൽ നടക്കാൻ പറ്റും. ഇതിനൊരു പ്രത്യേക സുഖമുണ്ട്. ഇവര് ചതിക്കില്ല, മൃഗങ്ങൾ ചതിക്കില്ല. അവരൊക്കെ കൊടുക്കുന്നതിന്റെ നന്ദിയുണ്ട്. ഈ മനുഷ്യൻ പട്ടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അന്നേരം ഒരു ചിരി, പിന്നെ കിഴി കൊടുത്ത് പണി. ഇത്രയാണ് മനുഷ്യൻ. എങ്ങാണ്ട് ഇന്ന് വല്ലതും കഴിച്ചു? ഇല്ല, ഇതുവരെ കഴിച്ചില്ല. ഇപ്പൊ സമയം എന്തായെന്ന് അറിയോ? 3 മണിയാകുന്നുണ്ട്. ഇതുവരെ ജോലിയായിരുന്നു. ജോലിയായിരുന്നു. ഒരു ആഹാരം ഇതുവരെ കഴിച്ചില്ല. ഇല്ല, എനിക്കൊരു ഇതാണ്ട് എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഒരു ക്ഷീണമുണ്ടോ? ഇല്ല. അതാണ് ഇതിനകത്തെ ഗുഡൻസ്. ഇനി എപ്പോഴും ആഹാരമൊക്കെ കഴിക്കുന്നത്? ഇനിയിപ്പോൾ താമസിക്കും. ഇനി വൈകിട്ടേ ഉള്ളൂ. വൈകുന്നേരമേ ഉള്ളൂ. ഇവർക്ക് കൊടുക്കാനുള്ള എല്ലാം കൊടുത്തു. ഇവർക്കെല്ലാം കൊടുത്തു. ഉച്ചക്കത്തെ കൈത്തീറ്റ എല്ലാം കൊടുക്കാം. ഇനി കൈത്തീറ്റ കൊടുക്കണം. ഈത്തപ്പഴമൊക്കെ ബണ്ടിലായിട്ട് മേടിച്ചു വെക്കുന്നു. എല്ലാം ബണ്ടിലായിട്ട് മേടിച്ചു വെച്ചു. എനിക്ക് ക്രോസിങ്ങിന് 1000 രൂപ കിട്ടും. ക്രോസിങ്ങിന് വരാറുണ്ടോ? വരാറുണ്ട് ആൾക്കാർ. ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു. ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു. പത്തനംതിട്ട ജില്ല കോന്നിയിലെ പൈനാമൺ തേക്കുമല എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ആടുവാം. ആട് വിജയൻ എന്ന് ചോദിച്ചാൽ 80 86 20 22 51 നമ്പർ കിട്ടിയില്ലെന്ന് വേണ്ട.